ഗൾഫിലുടനീളമുള്ള US ആസ്തികൾ ഇറാൻ ആക്രമിക്കുന്നത് തുടരുന്നു. അതിർത്തി കടന്നുള്ള വെടിവെപ്പിന് മറുപടിയായി ലെബനനിലുടനീളമുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തുടങ്ങിയതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. അതേസമയം റവല്യൂഷണറി ഗാർഡ് സൗകര്യങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കമാൻഡ് സെന്ററുകൾ എന്നിവ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ടെഹ്റാനിൽ ആക്രമണങ്ങൾ തുടരുകയാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ആസ്ഥാനം നശിപ്പിച്ചതായി US സൈന്യം വ്യക്തമാക്കി. മനു ചേരുന്നുണ്ട് വിശദാംശങ്ങളായി. മനു, സംയുക്തമായിട്ടുള്ള ഈ ആക്രമണം ഇറാനിൽ ഏകദേശം 555ഓളം മരണങ്ങൾ ഉണ്ടായതായിട്ടാണ് നിലവിലത്തെ റിപ്പോർട്ട്. എന്താണ് കൂടുതൽ വിശദാംശം? ഹരി, ഇപ്പോൾ ഏറ്റവും വലിയ ആശങ്കയായി തുടരുന്ന ഒരു സുപ്രധാന കാര്യം അവിടുത്തെ ഈ ആണവ ഊർജ കേന്ദ്രം തകർന്നോ എന്നതിനെ സംബന്ധിച്ചുള്ള സംശയമാണ്. അവിടുത്തെ ആണവ കേന്ദ്രമായ നതൻസിലേക്ക് ആക്രമണം നടന്നു എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അങ്ങനെ വന്നാൽ അത് വലിയ തോതിലുള്ള ഒരു ഭീഷണിക്ക് വഴിവെക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ആണവ പ്രസരണം ഉണ്ടായാൽ അത് വരാനിരിക്കുന്ന തലമുറയെ പോലും ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രത്യാഘാതമായിരിക്കും ഉണ്ടാകുക. ഈ ഘട്ടത്തിൽ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി അടിയന്തര യോഗം വിയന്നയിൽ ചേരുന്നു. ഇതുവരെ അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, പരിണിത ഫലങ്ങളൊന്നും കാണുന്ന രീതിയിലേക്ക് ഉള്ള ഒരു വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷേ നതൻസിൽ നടന്ന ഈ ആക്രമണം ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടാണ് നടന്നത് എന്നത് ഇറാൻ സ്ഥിരീകരിക്കുന്നു. അവിടെ ആണവ ചോർച്ചയുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള വലിയ വിശകലനമാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഹെസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണം ഇസ്രായേൽ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നു. ബെയ്റൂട്ടിൽ ആക്രമണം നടക്കുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. ഹെസ്ബുള്ളയാണ് ആദ്യം ഇസ്രായേലിനെ ആക്രമിച്ചത് എന്ന ഒരു ന്യായമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ശക്തമായ ആക്രമണം തിരിച്ച് ഹെസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടക്കുന്നു എന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. ലെബനൻ പരിസരങ്ങളിൽ 50 ടൗണുകളിൽ ആയി ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിൻ്റെ വിവരങ്ങൾ കൂടി, 50 കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്നതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഇസ്രായേൽ വ്യക്തമാക്കുന്ന ഒരു സുപ്രധാന കാര്യം, തങ്ങളെല്ലാ സാധ്യതകളും പരിശോധിക്കും, ഈ യുദ്ധത്തിൽ തങ്ങളെല്ലാ സാധ്യതകളും പരിശോധിക്കും എന്ന് വ്യക്തമാക്കുന്നു. ഹെസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിന് ശേഷമാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു നിലപാട് വ്യക്തമാക്കിയത്. ഇതിൽ പൂർണ്ണമായും ഈ കരയുദ്ധം എന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുമോ എന്ന സംശയം കൂടി വരികയാണ്. ഹെസ്ബുള്ള 6 പ്രൊജക്ടൈലുകൾ, മിസൈലുകളാണ് നോർത്തേൺ ഇസ്രായേലിലേക്ക് ഇന്ന് രാവിലെ വിക്ഷേപിച്ചത്. ആ ഒരു മിസൈൽ തരംഗത്തിന് ഭാഗമായി ആണ് ഇസ്രായേൽ പ്രത്യാക്രമണം തുടങ്ങുകയും ചെയ്തത്. ഇസ്രായേൽ ബെയ്റൂട്ടും അതുപോലെ തന്നെ സദേൺ ലെബനനും ആക്രമിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ വരുമ്പോൾ രൂക്ഷമായ മിസൈൽ ആക്രമണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇസ്രായേൽ തുടർച്ചയായി ഈ ഹെസ്ബുള്ള ടാർഗറ്റുകൾ ലെബനനിൽ ഉടനീളം ആക്രമിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഹെസ്ബുള്ള ഇസ്രായേൽ ആക്രമണം അത് ഏത് തരത്തിലേക്ക് ഇനി നീങ്ങും എന്നത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. ഏതായാലും ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി ഒരു കാര്യം പറയുന്നത്, ഈ ന്യൂക്ലിയർ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഒരു റേഡിയോളജിക്കൽ ഇമ്പാക്റ്റ് ഇല്ല, ആണവ പ്രസരണത്തിൻ്റെ ഒരു സൂചന അവിടെ നിന്ന് ലഭിക്കുന്നില്ല. കാരണം ഈ ആണവ കേന്ദ്രങ്ങൾ, ഇറാനിലുള്ള ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച നതാൻസിനെ സംബന്ധിച്ച് ഇറാൻ പുറത്തുവിട്ട വിവരങ്ങൾ കൂടി പരിശോധിച്ചാണ് ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഇപ്പോൾ താൽക്കാലികമായി ഇങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നത്. റേഡിയോളജിക്കൽ ഇമ്പാക്റ്റ് ഇല്ല, പക്ഷേ റേഡിയോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടായാൽ അത് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് ഇറാനെ നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ യുദ്ധം അതിൻ്റെ ഏറ്റവും ബീഭത്സമായ മുഖമാണ് പ്രകടമാക്കുന്നത്. 550-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. അതോടൊപ്പം തന്നെ സ്കൂളുകളിലേക്ക് നടന്ന ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ മരിക്കുന്ന ഒരു സാഹചര്യം ഇറാനിൽ ഉണ്ടായി. ഹെസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി കൊല്ലപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഹെസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ വിപുലവുമായ ആക്രമണം നടക്കുന്നു. ഹെസ്ബുള്ളയുടെ 31ഓളം ആളുകൾ കൊല്ലപ്പെട്ടതിൻ്റെ വിവരങ്ങൾ പുറത്തുവരുന്നു. സൗദി അറേബ്യ
ഇപ്പോൾ അവിടേക്ക് വന്ന ഒരു റാസ് ടുണ ഓയിൽ റിഫൈനറിയിലേക്ക് വന്ന ഡ്രോണുകളെ പ്രതിരോധിച്ചു എന്ന വിവരങ്ങൾ നൽകുന്നു. സൗദി അറേബ്യയിലെ റാസ് തനൂറ ഓയിൽ റിഫൈനറിയിലേക്ക് ഡ്രോൺ ആക്രമണങ്ങൾ വന്നുവെന്ന് സൗദി പറയുമ്പോൾ അതിനെതിരെയുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം അവിടുന്ന് നടത്തിയതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ റെഡ് ക്രോസ് 555 അധികം ആളുകൾ കൊല്ലപ്പെട്ടതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. അതിൽ 131 നഗരങ്ങൾ കേന്ദ്രമാക്കിയാണ് ഇപ്പോൾ ആക്രമണങ്ങൾ നടക്കുന്നത് ഇറാനിൽ എന്ന വിവരം കൂടിയാണ് ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത്. ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. ഹെസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ നഈം കാസിം ഒരു ടാർഗറ്റാണ്. അയാളെ വധിക്കാനുള്ള ശ്രമം, ഹെസ്ബുള്ള തലവരെ വധിക്കാനുള്ള ശ്രമം ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന പരസ്യ പ്രഖ്യാപനമാണ് അവിടെ നിന്ന് നൽകുകയും ചെയ്യുന്നത്. അപ്പോൾ ഹെസ്ബുള്ളയ്ക്ക് ഇതിൽ കനത്ത വില നൽകേണ്ടി വരും എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ഹെസ്ബുള്ളയ്ക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ട അതേ മാതൃകയിൽ ഹെസ്ബുള്ളയ്ക്കും അവരുടെ നേതാക്കളെ നഷ്ടമാകും എന്ന് ആ പാത പിന്തുടരുന്ന ആളുകൾക്കൊക്കെ അതേ വഴി തന്നെ ലഭിക്കും എന്നുകൂടിയുള്ള ഒരു ഭീഷണി കൂടിയാണ് ഈ ഇസ്രായേൽ കാട്ട്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും അടിയന്തര യോഗം വിയന്നയിൽ ചേർന്നു. ഇസ്രായേൽ US ആക്രമണങ്ങളെ തുടർന്ന് ഈ ഇറാനിൽ ആണവ പ്രസരണം ഉണ്ടായിട്ടുണ്ടോ, ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ ആണവ പ്രസരണം ഉണ്ടാകുന്നതിനെക്കുറിച്ചുള്ളത് വളരെ ഗൗരവമായി എടുത്തുകൊണ്ടാണ് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഒരു അസാധാരണ സമ്മേളനം പെട്ടെന്ന് തന്നെ വിയന്നയിൽ വിളിച്ചുകൂട്ടുകയും ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തത്. അപ്പോൾ എമർജൻസി ആയിട്ടുള്ള ഇത്തരം യോഗങ്ങൾ വലിയ ആശങ്ക പരത്തുന്നു. അതോടൊപ്പം തന്നെ റഷ്യ ഈ വിഷയത്തിൽ ഒരു പരിശോധന വേണം എന്ന ഒരു നിലപാട് ഈ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ഈ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജിയുടെ 35 അംഗ രാഷ്ട്ര ഗവർണർമാരുടെ യോഗം ഇത് ഗൗരവത്തോടെ കാണണമെന്ന ആവശ്യം റഷ്യ മുന്നോട്ട് വയ്ക്കുന്നു. ഏതായാലും ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഒരു കാര്യം പറയുന്നു, ഇത് വളരെ സൂക്ഷ്മമായി തന്നെ ഈ വളരെ ഗൗരവത്തോടുകൂടി ജാഗ്രതയോടുകൂടി യുദ്ധത്തിൻ്റെ തുടർ നീക്കങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇറാനിൽ ഇൻ്റർനെറ്റുകൾ ഇല്ല, ബ്ലാക്ക് ഔട്ടാണ്, 3-ാം ദിനം ഇരുട്ടിൽ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇറാൻ പക്ഷേ പ്രത്യാക്രമണം നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് തറപ്പിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇൻ്റർനെറ്റുകൾ അവിടെ പ്രവർത്തിക്കുന്നില്ല, പൂർണ്ണമായ ഇരുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചന കൂടി അവിടെ നൽകുകയാണ്. ഒപ്പം ഈ US എംബസി പൗരന്മാരോട് ജാഗ്രത പുലർത്തണം എന്ന രാജ്യത്തിന് പുറത്തുള്ളവർ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായേക്കാം എന്ന സൂചന നൽകി പൗരന്മാരോട് ജാഗ്രത പുലർത്തണം എന്ന്